ഫോൺ എടുക്കുന്നില്ലല്ലോ. 15 മിനിറ്റ് കൂടുതലായി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ അവന്റെ ഒരു വിവരവും ഇല്ലല്ലോ. എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുക? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ തന്നെ നമ്പ്യാർ ഹൗസിലേക്ക് പോവാം. എന്നിട്ട് അവിടെ പോയി ചെക്ക് ചെയ്യാം. നീ എത്ര ബഹളം വെച്ചിട്ടും കാര്യമില്ല. നിന്നെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല. സഞ്ജുവിന്റെ ബുദ്ധിയെ കുറിച്ച് നിനക്കറിയില്ല. ഞാൻ ഈ വീട്ടിലെ എല്ലാവരുടെയും മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കാം. ആരും കഥക് തുറന്ന് പുറത്തു വരുമെന്ന് നീ വിചാരിക്കണ്ടേ? എന്തുപറ്റി? നീ എന്താ ഈ പേടിച്ചു നോക്കുന്നേ? നോക്ക്, ഡോക്ടർ അവിടെ ബോധം കെട്ട് കിടക്കുന്നു. പിന്നെ സഞ്ജു പ്രീതയെ ഉപദ്രവിക്കാൻ നോക്കുന്നു. ഐ എം ഡാം ഷുവർ സഞ്ജു ഡോക്ടറെ പുറത്തേക്ക് തട്ടിക്കൊണ്ടുവരാൻ നോക്കിയപ്പോ പ്രീത അവനെ കണ്ടു കാണും. അതുകൊണ്ടാണ് ഇപ്പൊ ഇവ എങ്ങനെ. പക്ഷെ പ്രീത ബഹളം വെച്ചാലോ? അയ്യോ, ഈ ലാൻഡ് ലൈന് വർക്ക് ആവുന്നില്ലല്ലോ. ഒരു അത്യാവശ്യം വന്നപ്പോ ഈ ലാൻഡ് ലൈന് വർക്ക് ആവുന്നില്ലല്ലോ. ഈശ്വര, ഇതിപ്പോ എവിടെ പോയി ശരിയാക്കാനാ? ഒരാവശ്യം വരുമ്പോ ഇതൊട്ട് വർക്ക് ആവില്ല. ഇതിന് ശരിയാക്കാനായിട്ട് ആരെ വിളിക്കാനാ? എന്റെ ഫോൺ ഞാൻ എവിടെയാ വെച്ചെന്ന് ഓർമ്മയില്ല. ഞാൻ നേരത്തെ ഇവിടെയാണല്ലോ ഇരുന്നത്. ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്റെ ഭഗവാനെ, ഇതെവിടെ പോയി? കാണുന്നില്ലല്ലോ. എന്റെ മൊബൈൽ ഇത് എവിടെയാ? സൃഷ്ടി, സൃഷ്ടി, എന്താ അമ്മ, എന്താ പറ്റി? പോയി. അമ്മയുടെ മൊബൈൽ എവിടെയാന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ എന്തിനിങ്ങനെ വലിച്ചു വരിട്ടിരിക്കുന്ന അമ്മ? എന്റെ മൊബൈൽ ഒരു മിനിറ്റ്, അമ്മേന്റെ ഫോൺ സരള, എന്താ ആകാശത്തുനിന്ന് വല്ല ഇടിത്തിയും വീണോ? ഈ പാതിരാത്രി നീ ആർക്കാ ഫോൺ ചെയ്യുന്നേ? പ്രീതയ്ക്ക്. പ്രീതയോ? പ്രീത ഇന്ന് നമ്പ്യാർ ഹൗസിൽ താമസിക്കുമെന്നല്ലേ പറഞ്ഞത്? അതെ അമ്മ, എനിക്കറിയാം അവൾ ഇന്ന് നമ്പ്യാർ ഹൗസിൽ തങ്ങിയിരിക്കുകയാണെന്ന്. പക്ഷെ എനിക്കറിയില്ല എന്താന്ന്. എന്റെ മനസ്സിൽ വല്ലാത്തൊരു പേടി തോന്നുന്നു. ഞാൻ എന്തോ വല്ലാതെ ടെൻഷൻ ആകുന്നു. അറിയില്ല എന്താന്ന്. പ്രീതയ്ക്ക് എന്തോ അപകടം പറ്റിയതുപോലൊരു തോന്നൽ. അവള് ഫോണും അറ്റൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല. അറിയില്ല മോളെ, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തോന്നലാണിപ്പോ. ഇപ്പോ നമ്മളെ ബുൾബുൾ വിട്ടു പോയില്ലേ? പ്രിയക്ക് വിഷമമുണ്ടായില്ലേ? ആ സമയം എനിക്ക് എന്റെ ഉള്ളു വല്ലാതെ പിടയുന്നത് പോലെ. നമ്മുടെ പ്രീതയ്ക്ക് എന്തോ എനിക്കറിയില്ല അമ്മേ. ഞാൻ അവളെന്ന് വിളിക്കട്ടെ, എങ്കിലും എനിക്ക് സമാധാനാവും അമ്മേ. ഓഹോ, എന്റെ സരളെ, നീ ആ സമയം ഒന്ന് നോക്കിക്കേ. എത്ര മണിയായെന്ന്. ഉറങ്ങുകയായിരിക്കും അവളിപ്പോ. അമ്മേ, ഞാൻ അമ്മയോടല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ മനസ്സ് വല്ലാതെ കിടന്ന് പിടയ്ക്കുന്നു. എനിക്ക് സമാധാനമായിട്ടിരിക്കും. ഞാൻ ഓട്ടോ വിളിച്ചോണ്ട് വരാം. മെയിൻ റോഡിൽ പോയാ ഓട്ടോ കിട്ടുമായിരിക്കും. അമ്മ പോയി റെഡി ആവും, പോയി ചേഞ്ച് ചെയ്യും. ഇപ്പൊ വരാം. ഇനി എന്തിനാ കരയുന്നേ? എനിക്കറിയാം എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. പ്രീത, എന്റെ പ്രീതയ്ക്ക് കുഴപ്പമൊന്നും വരുത്തരുത്. എടാ വിവരം കെട്ട വാടക കൊണ്ട് നീ എന്തായി കാണിക്കുന്നത്? പ്രീതയെ നീ എന്തിനാ കൊല്ലാൻ നോക്കുന്നത്? പ്രീതയെ അപകടപ്പെടുത്താൻ പാടില്ല. അയ്യോ, എനിക്ക് അകത്ത് പോയി എനിക്ക് അവനെ തടയാനും കഴിയില്ലല്ലോ. കാരണം ഞാൻ അകത്തുനിന്ന് എല്ലാവരും എന്നെ കാണും. പക്ഷെ അവൻ പ്രീതയെ കൊല്ലുമെന്നാ തോന്നുന്നത്. പക്ഷെ ഞാൻ പ്രീതയെ കൊല്ലാൻ വേണ്ടിയല്ല നിന്നെ ഹയർ ചെയ്തത്. പൊന്നെ ചെറുക്ക, വിടവളെ. നീ ഇതെന്തായി ചെയ്യുന്നത്? അവളെ നീ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം. ഒരു കാര്യം ചെയ്, അങ്ങോട്ട് കയറി ചെല്ലേ. എന്നിട്ട് പറ. വേണ്ട, പ്രീത എന്റെ ഫിയാൻസിയാണ്. പ്ലീസ് സഞ്ജു ബ്രോ, അവളെ ഒന്നും ചെയ്യരുത്. അവളോട് എനിക്ക് ഫീലിംഗ്സ് ഉണ്ട് എന്ന് പറഞ്ഞു ചെല്ലേ. നിന്റെ വിവരങ്ങൾ കേട്ടതൊക്കെ എനിക്ക് ഇപ്പൊ സമയമില്ല. ജസ്റ്റിഫൈ ചെയ്യാനും ഞാനില്ല, ക്ലാരിഫൈ ചെയ്യാനും ഞാനില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കൂ, ഓക്കെ? എന്താ ഇതൊക്കെ? സമീൻ, ആരാ ഈ വാതില് പുറത്തുനിന്ന് പൊട്ടിയത്?
ചെറിയമ്മേ, എന്തോ പ്രശ്നമുണ്ട്. ഞാൻ കിരൺചേട്ടന്റെ മുറിയിൽ ചെന്നപ്പോ ചേട്ടന്റെ മുറിയും പുറത്തുനിന്ന് പൂട്ടിയിരിക്കായിരുന്നു. ഇപ്പോ നിങ്ങളുടെ മുറിയും പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. അതിനർത്ഥം ഐ ഷുവർ ഈ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. അതിനർത്ഥം മറ്റുള്ളവരുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതാണോ? ഐ മീൻ അമ്മ, കവിത ചേച്ചി, Let's go. ഡോക്ടർ സീമ, എഴുന്നേൽക്ക് വേഗം. I'm sorry. ഞാൻ കുറച്ച് വൈകിപ്പോയി. But you are fine. You did it. കാണില്ലേ പ്രീത, ഞാനുള്ളപ്പോൾ നിന്നെ ആരും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ആരെയും സമ്മതിക്കില്ല. കിരൺ ചേട്ടാ, ചേട്ടാ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ പറ്റി? പ്രീത, താൻ ഈ രാത്രിയിൽ ഇവിടെ എന്താ ചെയ്യുന്നേ? എന്താ ഇത്? ഇവിടെ എന്താ സംഭവിച്ചേ? ഈ കിടക്കുന്നൊക്കെ ആരാ? Is everything all right? ഇത് ആ മറ്റേണ്ടി ഡോക്ടർ അല്ലേ? നമ്മുടെ ഷേർലിനെ നോക്കിയ സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ. അതെ, ഇത് അവര് തന്നെയാണ്. അതേ ഇടത്തി, ഇവര് ഗസ്റ്റ് റൂമിൽ ഉറങ്ങിക്കിടക്കുന്നത് കുറച്ചു മുമ്പ് ഞാൻ കണ്ടതാ. ഇവർക്ക് നമ്മുടെ വീട്ടിൽ എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇവരിവിടെ എങ്ങനെയാ വന്നേ? നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? ഇവരുടെ കാര്യം ഓക്കെ, പക്ഷെ ഇവനാരാ? ഇവനാണ് നമ്മുടെ വീട്ടിൽ കയറിയത്. അത് കണ്ടപ്പോ മനസ്സിലായി. സഞ്ജു തറയിൽ കിടക്കുന്നു. അവന്റെ ബോധം പോയതാണോ അത് ചത്തോ? അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ആദ്യം സ്ഥലം വിടാം. നോക്ക്, എല്ലാവരോടും ഒത്തുകൂടിയിട്ടുണ്ട്. നമ്മളിവിടെ ആരെങ്കിലും കാണും മുമ്പ് നമ്മളെ പിടികൂടും മുമ്പ് എക്സാക്ട്ലി അത് പിടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ രക്ഷപ്പെടണം. ഓക്കെ, പക്ഷെ സഞ്ജു, നിനക്ക് എന്നോടാണോ പ്രേമം അതോ സഞ്ജുവിനോടോ? എന്നെയല്ലേ? വാ വരാൻ. പക്ഷേ ഇയാളെന്താ ഇവിടെ നിലത്ത് കിടക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തോ അടിപിടി നടന്നു. എല്ലാം നിലത്ത് ചെതറിക്കിടപ്പുണ്ടല്ലോ. എന്താ കാര്യം? എന്താ ഇവിടെ നടന്നത്? ആരെങ്കിലും പറ. സമീർ പറയും. സമീർ പറയും. അത് പിന്നെ ഞാൻ പറയട്ടെ. ഞാൻ പറയാം എല്ലാ കാര്യവും. ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയട്ടെ. ഇവൻ എന്താ പറയാൻ പോകുന്നേ?
എല്ലാ സത്യവും പറയൂ. ഇവൻ എന്താണാവോ ചെയ്യാൻ പോകുന്നത്? പ്രീത, ഞാനിപ്പോ ആക്ച്വലി ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. കാര്യമായ തെളിവൊന്നും ഇല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. കിരൺ, നീ ഞങ്ങളോട് സത്യം എന്താണെന്ന് പറയില്ലേ? പറയൂ, കാര്യം എന്താ? ആ പറയാം ആന്റി. ഇത് അവര് തന്നെയാ, ഡോക്ടർ സീമ, മെറ്റർണിറ്റി ഡോക്ടർ. പിന്നെ ഇവിടെ ആന്റിക്ക് അറിയാലോ, പ്രീത, ഡോക്ടർ പ്രീത അറക്കൽ. പിന്നെ ഈ കിടക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പറയാം ആരാണെന്ന്. സൃഷ്ടി ഒരു തവണ കിഡ്നാപ്പ് ചെയ്തില്ലേ, ഓർക്കുന്നില്ലേ അത്? ആ കോർപ്പറേറ്റർ, അവന്റെ അനുജനേവൻ, ഒരു വൃത്തിയേട്ടവൻ, സഞ്ജു, അവൻ തന്നെ ഇവൻ. പക്ഷെ അവനിവിടെ എന്താ കാര്യം? അത് പിന്നെ ഞാൻ പറഞ്ഞോട്ടെ. എന്താ പറയാൻ പോകുന്നേ? ഷെല്ലിന്റെ പ്രഗ്നൻസിയെ കുറിച്ചാണോ? എല്ലാവരും ചോദിക്കുന്ന കേട്ടില്ലേ, ഞാൻ പറയട്ടെ. പക്ഷെ ഒരു തെളിവും ഇല്ലാതെ എങ്ങനെയാ? പക്ഷെ സത്യം ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെട്ടല്ലേ മതിയാകൂ. അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങ് പറയാം. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. കിരൺ, നീ കാര്യങ്ങളൊക്കെ ഇവളോട് ചോദിച്ചോണ്ടിരിക്കുകയാണോ? ഇവളുടെ പെർമിഷൻ വേണോ നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാൻ? ആന്റി, ഇവളോട് ചോദിക്കാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല, അതുകൊണ്ടാ. മോനെ, നീ വെറുതെ കുഴപ്പിക്കാതെ കാര്യം എന്തോ പറ. ഓക്കെ ശരി ഡാഡ്. ഈ കിടക്കുന്ന സഞ്ജു ഉണ്ടല്ലോ, ഇവൻ ആക്ച്വലി ഇവിടെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഇങ്ങനെയാ തോന്നുന്നതല്ല, ഞങ്ങൾക്ക് ഇത് അയ്യോ വിശ്വാസമല്ല, 100% ഉറപ്പാണ്. നീ എന്തെങ്കിലും പറയുന്നുണ്ടോ അതോ പറയാൻ വരുന്നവരെ കൂടെ സമ്മതിക്കാതിരിക്കണോ? ദൈ ഈ കിടക്കുന്നവൻ സഞ്ജു, ഇവൻ ആരെ കിഡ്നാപ്പ് ചെയ്യാനാ വന്നേ? നിന്നെയാണോ? ആരെന്ന് പറ. അവരോ? അയ്യോ പ്രീത, അവരെയല്ല, നിന്നെ. അവന്റെ ഏട്ടന് വേണ്ടി പ്രതികാരം ചെയ്യാൻ. ആക്ച്വലി പ്രീത കാരണം അവൻ പോലീസ് പിടിയിലായത്. അതുകൊണ്ട് ഈ സഞ്ജു പ്രതികാരം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നത്. അതായത് ഏട്ടൻ ഇവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് ടോർച്ചർ ചെയ്യാനായിരുന്നു ഇവന്റെ ഉദ്ദേശം. കൊന്നുകളയാനും ഒരു മടിയില്ല ഇവന്. അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്ത വൃത്തിയിട്ടവനാ ഇവനും ഇവന്റെ ഏട്ടനും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരാൻ ചങ്കുറ്റം കാണിക്കോ? എന്റെ ദൈവമേ, ഇവരാണോ ഇതൊക്കെ അലങ്കോലമാക്കിയത്? എക്സാക്ട്ലി അച്ഛമ്മേ. ആക്ച്വലി പ്രീതയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് സഞ്ജു പോവുമായിരുന്നു. അപ്പൊ പ്രീത ഫൈറ്റ് ബാക്ക് ചെയ്തു. വലിയ അടിപൊളി ഉണ്ടായി അച്ഛമ്മേ. ഒത്തിരി സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞു അവന്റെ നേരെ. എന്നിട്ടും അവള് എങ്ങനെയൊക്കെ പിടിച്ചു നിന്നു. അപ്പൊ അവൻ കത്തി കൊണ്ട് കുത്താൻ വന്നു. ആ സമയം ഷീസ് ഫൈൻ ഏട്ടാ, ഞാൻ കറക്റ്റ് സമയത്താണ് എത്തിയത്. നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല പ്രീത, ഐ മീൻ ഡു യു നീഡ് എ ഡോക്ടർ? ഈസ് എവരിതിങ് ഓൾറൈറ്റ്? കുഴപ്പമൊന്നുമില്ലല്ലോ? പ്രീത, സത്യം പറ മോളെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പരിക്ക് പറ്റിയോ നിനക്ക്? നിനക്ക് വയ്യെങ്കിൽ ഡോക്ടറെ വിളിക്കാം. അയ്യോ വേണ്ട, അത് വേണ്ട അങ്കിൾ. അങ്ങനെ മുറിവൊന്നും പറ്റിയില്ല. ഡോക്ടറിനെ വിളിക്കേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ സ്ക്രാച്ചസ് മാത്രം, അത് കുഴപ്പമൊന്നുമില്ല. ഈ മനുഷ്യൻ പ്രീതയെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നാണെന്ന് മനസ്സിലായി. പക്ഷേ ഈ ഡോക്ടർക്ക് ഇവിടെ എന്താ കാര്യം? ശരിയാണല്ലോ, ഇവർക്ക് ഇവിടെ എന്താ കാര്യം? ഞാൻ പറഞ്ഞല്ലോ ആന്റി, ഇത് ഡോക്ടർ പ്രീത അറക്കലാണ്. ഡോക്ടർ പ്രീത, ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ ഈ സഞ്ജു ഇവളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരികയുണ്ടായി. പ്രീത അവനെ കണ്ടു. അപ്പോ പ്രീത എന്നെ ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞു. ഞാൻ പ്രീതയെ കിഡ്നാപ്പേഴ്സിൽ നിന്ന് രക്ഷപ്പെടുത്തി. പക്ഷെ രാത്രി ആയതുകൊണ്ടും കാര്യങ്ങൾ വഷളായതുകൊണ്ട് ഞാൻ പ്രീത ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ആകെ കുഴപ്പമായനെ. ഡോക്ടർ സീമ പ്രീതയ്ക്ക് സംഭവിച്ച കാര്യത്തിൽ വറീഡായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് സഞ്ജുവിന്റെ പ്ലാൻ മനസ്സിലാക്കിയെന്നാണ്. അതുകൊണ്ട് ഇവൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്ന് പ്രീതയെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കിയത്. അങ്ങനെ പ്രീതയെ കൊണ്ടുവന്ന് നോക്കുന്നതിനിടയ്ക്ക് രണ്ടുപേരും തമ്മിൽ അടിയുണ്ടായി. ഇത് കണ്ട് ഡോക്ടർ ഓടി വന്നു. അപ്പൊ ഇവൻ കയ്യിലിരുന്ന് എന്തുകൊണ്ട് ഡോക്ടർ തലയ്ക്ക് അടിച്ചു. ആന്റി പേടിക്കാനൊന്നുമില്ല, മരുന്ന് കൊടുത്താൽ മതി, ഡോക്ടർ ഓക്കെ ആവും. ആക്ച്വലി ഞാൻ ഡോക്ടർ സീമയെ നോക്കുമായിരുന്നു. ആ സമയം കൊണ്ട് അവൻ പ്രീതയെ വലിച്ചഴിച്ചോണ്ട് പോയി. അപ്പോ പ്രീത എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു വന്നു. പക്ഷെ അവൻ വിടാൻ തയ്യാറായില്ല. വീണ്ടും പ്രീതയായിട്ട് വാക്കേറ്റുണ്ടായി. ആ സമയത്ത് ഞാൻ അവിടെ എത്തി. അങ്ങനെ അവളെ രക്ഷിച്ചത്. എന്റെ ഇടികൊണ്ടായി അവൻ ബോധം കെട്ട് കിടക്കുന്നത്. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോ എല്ലാവർക്കും പിരിഞ്ഞു പോവാലോ അല്ലേ? ആരുടെങ്കിലും കയ്യിൽ ഫോണുണ്ടോ? എന്തിനാ ആന്റി? നിന്റെ ഫോണിൽ ആ സരള അറക്കലിന്റെ നമ്പർ അല്ലേ? ആ കിട്ടി. ഒരു മിനിറ്റ് കവിത മാം, പ്ലീസ് അമ്മയ്ക്ക് ഫോൺ ചെയ്യരുത്. എന്താ നിന്റെ അമ്മ ഫോൺ ചെയ്യണ്ടെന്ന് പറഞ്ഞേ? ആന്റി അത് പിന്നെ ഇവിടെ സമയം ഇപ്പൊ കുറെ ആയില്ലേ മാം. ഇപ്പൊ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞ അമ്മ ഒരുപാട് ടെൻഷൻ അടിക്കും. നിങ്ങളെല്ലാരും കേട്ടല്ലോ. ഇവക്ക് ഇഷ്ടമില്ല ഇവളുടെ അമ്മ ഈ പാതിരാത്രിയിൽ വിഷമിക്കണോന്ന്. പക്ഷെ ഇതേ ഇവൾ ഈ അർദ്ധരാത്രിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുക. ദാറ്റ്സ് ഓക്കെ. ഒരു കാര്യം പറയൂ ചേട്ടാ, ഇനി ഇവളെ എങ്ങാനും ഈ വീട്ടിൽ നിന്നാണ് കിഡ്നാപ്പ് ചെയ്യുന്നതെങ്കിൽ ഉത്തരവാദി ആരാകുമായിരുന്നു? ഇവളുടെ വീട്ടുകാർ നമ്മയല്ലേ ബ്ലെയിം ചെയ്യുക? ഇവള് നമ്പ്യാർ ഹൗസിൽ വെച്ച് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന്. ബിക്കോസ് നമ്മുടെ ഉത്തരവാദിത്വ കുറവ് മൂലം. അയ്യോ എന്റെ ആന്റി,
സരളാന്റി ഇപ്പൊ ഫോൺ ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്? എന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇവളുടെ അമ്മ അറിയണം ഇവളുടെ ലൈഫ് ഡേഞ്ചറിലാണെന്ന്. എന്നിട്ട് എത്രയും വേഗം ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകണം. ഇവൾ ഒരുത്തി കാരണം നമ്പ്യാർ ഹൗസിൽ ഇനി ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന എനിക്ക് ഇഷ്ടമില്ല. പ്രോബ്ലം? അല്ല, എന്ത് പ്രോബ്ലം ആന്റി? ഇൻഫാക്ട് ആന്റി ഇപ്പൊ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അതാ പ്രോബ്ലം ആവുന്നേ. ഒന്ന് ചിന്തിച്ചേ, ഇത്ര രാത്രിയായി. അപ്പോ സരളാന്റിയോട് അവരുടെ മകളും അപകടത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ? സരളാന്റി, മുത്തശ്ശി, സൃഷ്ടി എല്ലാവരുടെ അവസ്ഥ എന്താവും? ഐ മീൻ സൃഷ്ടി ഓക്കെയാണ്, പക്ഷെ മുത്തശ്ശിയും സരളാന്റിയും എന്താ വിചാരിക്കുക? അവരുടെ ഉറക്കം കെടുത്തി രാത്രി വിളിച്ചുണർത്തിയിട്ട് വല്ല ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഐ മീൻ എന്ത് വേണേലും സംഭവിക്കാം. ആന്റി, ഇതൊക്കെ രാവിലെ പറയാം നമുക്ക്. റൈറ്റ് മോം? റൈറ്റ്. കവിത ചേച്ചി, എനിക്ക് തോന്നുന്നത് കിരൺ പറയുന്നത് ശരിയാണെന്നാ. ഈ സമയത്ത് നമ്മൾ സരളയെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവര് ഓൾറെഡി സ്വന്തം മകളെ ഗുണ്ടകളുടെ കയ്യിൽ കണ്ടതാണ്. പിന്നെ പ്രീതയുടെ മേലും അപകടമുണ്ടെന്ന് അവരറിഞ്ഞാല് അവരുടെ ജീവൻ പോകുന്നതിന് തുല്യമാണ്. ഞാൻ വിചാരിക്കുന്നത് നാളെ രാവിലെ നമുക്ക് സരളയെ ഫോൺ ചെയ്ത് നടന്നതെല്ലാം പറയാമെന്നാ. ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. കണ്ടോ, അച്ഛമ്മ അത് തന്നെ പറയുന്നത്. പിന്നെ ഏട്ടനും ആന്റിക്ക് മാത്രം. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിനെ അറിയിക്കാം. പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തോളും, പ്രീതയും സേഫ് ആകും. അച്ഛാ, ഒരു മിനിറ്റ് നിൽക്കേ, ഞാൻ പോലീസിനെ വിളിക്കാം. ഇവനുള്ള ധൈര്യം എങ്ങനെ വന്ന്? നിങ്ങൾ ഒരു മിനിറ്റ് നിൽക്കൂ. ഇവൻ എത്ര ധൈര്യം എങ്ങനെ വന്ന് വീട്ടിൽ കയറി പ്രീതയെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് മാത്രം? ഒരു മിനിറ്റ് രോഹിത്തേട്ടാ. എന്താ അത്? പിന്നെ കിരൺ നിങ്ങളോട് എന്ത് പറയാനുണ്ടെന്ന്? ഓ ഗോഡ്, ഈ ഡംബയുണ്ടല്ലോ, എപ്പോ എന്ത് പറയാൻ വന്നാലും ഒന്നും ഇവൾക്ക് മനസ്സിലാവുകയില്ല. വായി തോന്നി ഓരോന്ന് വിളിച്ച് പറഞ്ഞോളൂ അങ്ങോട്ട്. ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നു പോലും. ഇവളെ എന്താ ചെയ്യാ? ബോൾ എന്റെ കോർട്ടിലേക്ക് ഇട്ട് എന്നെ കുടുക്കിയിരിക്കുക. എന്താ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ? തെളിവ്? എടാ, നീ അയാളെ എന്തിനാ നോക്കുന്നേ? എന്നെ നോക്കി സംസാരിക്കേ. തെളിവ്? കറക്റ്റ്. നീ വെയിറ്റ് ചെയ്യ. എന്തിനാ പോലീസിനൊക്കെ വിളിക്കുന്നേ? ഐ മീൻ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ഇവൻ ബോധം കെട്ട് കിടക്കുന്ന കാണും. 100 ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. അവൻ എങ്ങനെ ബോധം കെട്ടുവന്ന് അവരോട് പറയേണ്ടി വരും, പ്രീതെ ഇവൻ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാണെന്ന്. അതിനിടയ്ക്ക് ഞാനും ഇവനുമായിട്ട് തല്ലുകൂടിയപ്പോ ബോധം കെട്ട് പോയതാണെന്നും പറയേണ്ടി വരും എനിക്ക്. പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും കേട്ടോ. ഇവന് ബോധം അങ്ങനെ വരികയാണെങ്കിൽ ഇവൻ പറയും കിഡ്നാപ്പ് ചെയ്യാൻ വന്നതല്ലാന്ന്. നമ്മൾ ഇവനെ കിഡ്നാപ്പ് ചെയ്തെന്ന് എന്തും പറയുന്നേ. ഗുണ്ടയവൻ. ഒരു കാര്യം ചെയ്യാം, ഇയാൾക്ക് ബോധം വരുന്നത് വരെ ഇവിടെ തന്നെ കിടക്കട്ടെ. എപ്പോ ബോധം വരുന്നോ നമുക്ക് ഇവന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് പോലീസിനെ വിളിക്കാം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഏട്ടാ, ചിലപ്പോഴൊക്കെ തെറ്റായ കാര്യവും ശരിയായി ധരിക്കാറുണ്ട്. രോഹിത് മോനെ, കിരണും സമീറും പറയുന്നത് ശരിയാ. എക്സാക്ട്ലി. നമുക്ക് ശരിയായ തെളിവ് കിട്ടിയിട്ട് പോലീസിനെ വിളിച്ചറിയിച്ചാൽ മതി. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. കിരൺ ഈ പറയുന്ന കഥയില് എനിക്ക് ഒരു സത്യവും കാണാൻ കഴിയുന്നില്ല. ഉറപ്പായിട്ടും ഇവ എന്നെ എന്തോ മറയ്ക്കുന്നുണ്ട്. അയ്യോ അച്ഛമ്മ പോയി കിടന്ന് ഉറങ്ങാ. എന്തിനാ വെറുതെ ഉറക്കം കളയുന്നേ? എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതെ അമ്മേ, വാ പോകാം. ഐ എം സോ സോറി. ഞാൻ കാരണം എല്ലാവരും ടെൻഷനിലായല്ലേ? മോളെ, ഇങ്ങനെയൊന്നും പറയരുത്. ഒരു കാര്യം അറിഞ്ഞാ കൊള്ളാം. ചോദിക്കുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്. ഇത്രയൊക്കെ നടന്നതിന് ശേഷവും നീ ഇവിടെ സേഫ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം മോളെ. എന്റെ ദൈവമേ, എന്ത് പറ്റിയത്? ഇതെങ്ങനെയാ മുറിഞ്ഞത്? പ്രീത? ഒന്നുമില്ല രാധികാന്റെ, അത് ചെറിയൊരു പോറല് മാത്രം. നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. ആന്റി സേഫ്റ്റിയെ കുറിച്ച് ചോദിച്ചപ്പോഴാ ഒരു തവണയെങ്കിലും എനിക്ക് ഭയം തോന്നിയത്. പക്ഷെ എനിക്കിപ്പോ വളരെയധികം ധൈര്യം തോന്നുന്നുണ്ട്. പിന്നെ സഞ്ജു എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോ കിരണ എന്നെ രക്ഷിക്കാൻ വന്നത്. ഇപ്പൊ എനിക്ക് സേഫായി തോന്നുന്നു. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഒരു പക്ഷെ ഇയാൾ ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ? സമീർ, വേഗം കയറുകൊണ്ടുവാ. ശരി. പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും കൊണ്ടുവാ പ്രീതിക്ക് വേണ്ടി. മോളെ വാ, നമുക്ക് സോഫയിൽ ഇരിക്കാം. വാ. പിന്നെ നീ ഉണ്ടല്ലോ, ഇങ്ങനെയാണോ ഓരോന്നും ചെയ്യേണ്ടത്? ഒന്നുകൂടെ കൊടുക്കച്ച. എന്ത് രീതിയാ ഇത്? ദൈവത്തൊണ്ട് തന്നിട്ടുണ്ട്. അലറി വിളിക്കണമായിരുന്നു, ഉറക്കം വിളിച്ച് ഉണർത്തണമായിരുന്നു എല്ലാരെയും. അല്ലാതെ ഒറ്റയ്ക്ക് അടിക്കുകയാണോ അവനെ? അവൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? എന്തിയായിരുന്നു നീ? എനിക്ക് ഇനിയും മനസ്സിലാവാത്ത കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ മുറി ആരോ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. ഇതല്ല ഇവന്റെ പണിയാകും. അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? ഇവൻ അടച്ചതാകും, അല്ലാതാര്? അതായത് നീ ഫുൾ പ്രിപ്പറേഷനിലായിരുന്നു ഡോക്ടർ സീമയെ കടത്താൻ വേണ്ടി. സഞ്ജു മോനെ, നിന്റെ ബോധം ഒന്ന് വന്നോട്ടെ. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നീ തന്നേ പറ്റൂ.